ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏകാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ദേ നോക്കൂ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ചിക്കൻ മുഗളായി ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മുടെ മുഗളായി ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഉള്ളി ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, 4-5 വെളുത്തുള്ളി, 2-3 പച്ചമുളക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കശുവണ്ടി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഇഞ്ചി ചതച്ചതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമ്മൾ 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മുഗളായി ചിക്കൻ എന്നുള്ളത് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. അതുകൊണ്ട് നമ്മളിത് സൺഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ സാധാരണ കുക്ക് ചെയ്യാറില്ല. ഇനി നമുക്കിതിലേക്ക് 2 ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ മുഗളായി ചിക്കൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 2-3 സ്റ്റെപ്പിലൂടെയാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് സൺഫ്ലവർ ഓയിലിൽ നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ഒരു പോർഷനാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അതായത് ഒരു 5-6 സ്മോൾ പീസസ് ചിക്കൻ വെച്ചാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി അത്യാവശ്യം വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉള്ളി വഴറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. നമുക്കിനി ഇതിലേക്ക് 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുഗളായി ചിക്കൻ്റെ എരിവെന്ന് പറയുന്നത് മെയിനായിട്ട് ഈ പച്ചമുളകാണ്. നമ്മുടെ മുഗളായി ചിക്കൻ ഒത്തിരി സ്പൈസി അല്ല. എരിവ് അത്യാവശ്യത്തിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ പച്ചമുളകിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഉള്ളിയൊക്കെ ഒത്തിരി നന്നായി വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പുണ്ട് നമുക്കിതിൻ്റെത്. അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് പച്ചമണം മാറുന്നിടം വരെ വഴന്ന് കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 വെളുത്തുള്ളി അരിഞ്ഞതൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചതച്ച് വെച്ചതാണ് ചേർക്കേണ്ടത്. അത് നമുക്കൊരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഉള്ളിയിലും വെളുത്തുള്ളിയിലും ഇഞ്ചിയിലൊക്കെ അളവിൽ വ്യത്യാസം വരുത്താം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി 2 പേർക്കുള്ള പോർഷനാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുന്ന ഉള്ളിയിലൊക്കെ വ്യത്യാസം വരുത്താം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒത്തിരി ഹൈ ആക്കി വെക്കണ്ട. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഹൈ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാവുന്നതാണ് നല്ലത്. നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. അത്രയും തന്നെ, ഏകദേശം ഒരു 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി. നമുക്കിതിൽ ഒത്തിരി പൊടികളുടെ ആവശ്യമില്ല. ഒരു ലൈറ്റ് ഫ്ലേവർ മാത്രമേ നമുക്കിതിൽ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ പൊടിയോടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ, അതുവരെ ഒന്ന് യോജിപ്പിക്കാം. നമ്മുടെ മസാലപ്പൊടികളൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചതുകൂടി ചേർത്ത് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ ഉള്ളി മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ മസാല തണുത്തിരിക്കാൻ ശ്രദ്ധിക്കണം. ചൂടോടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്പം തണിഞ്ഞ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അല്പം വെള്ളം ചേർത്ത് തന്നെ അരക്കാം. നമ്മുടെ ഈ പാൻ ഇതുപോലെ തന്നെ നമുക്ക് വയ്ക്കാം. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലുള്ള ഗ്രേവി ഇതിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതൊക്കെ കണ്ടോ, ഞാൻ നന്നായി വെള്ളം ചേർത്ത് നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഉള്ള മസാല അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കാവുന്നതാണ്. ഗ്രേവിയിലേക്ക് ഞാനിതിൽ നമ്മുടെ ചിക്കൻ കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മുഴുവൻ ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മുടെ ഗ്രേവിയിൽ കിടന്ന് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. ചിക്കൻ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ച് ഇത് അടച്ച് വയ്ക്കാം. നമ്മുടെ ഗ്രേവി തിളക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ചിക്കൻ നന്നായിട്ട് അവിടെ കിടന്ന് വേവട്ടെ. ഇത് കശുവണ്ടി നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കശുവണ്ടിപ്പരിപ്പ് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ അത്യാവശ്യം തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് അടച്ച് വെച്ച് തിളക്കാൻ മാറ്റി വയ്ക്കുക. ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കുക. ഈ പാനിലേക്ക് നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഈ 2 പേർക്കുള്ള പോർഷന് ഒരു വലിയ ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത ഉടനെ ഫ്ലെയിം ലോയിലാക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ജീരകം പൗഡറാണ്. നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തി പൗഡറാണ്. എൻ്റെ കയ്യിൽ പൗഡർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കസൂരി മേത്തി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസൂരി മേത്തി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. മിക്സിയിലൊന്ന് പൊടിച്ചും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണമാണ് വെണ്ണയിൽ ഗരം മസാലയും നമ്മുടെ ജീരകവും കസൂരി മെത്തിയൊക്കെ മൂത്ത് വരുമ്പോൾ. നമുക്ക് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ സ്മെല്ല് ഈ സമയത്ത് ഫീൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ മുഗളായി ചിക്കൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ഈ ഒരു ബട്ടറിലുള്ള നമ്മുടെ ഗരം മസാലയുടെയും ജീരകം പൗഡറിൻ്റെയും കസൂരി മെത്തിയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് നമ്മുടെ മെയിൻ ഗ്രേവിയുടെ ഫ്ലേവർ എന്ന് പറയുന്നത്. അത്യാവശ്യം ഇത് മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തിളച്ച ഗ്രേവിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അല്പം ഗ്രേവി നമ്മുടെ പാനിലൊഴിച്ച് മുഴുവൻ ബട്ടറും നമ്മുടെ ഗ്രേവിയിലേക്ക് ആവുന്നിടം വരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി അത്യാവശ്യത്തിന് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അല്പം കൂടെ കുറുകി നല്ല റിച്ചായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് മാറും. നമ്മുടെ മുഗളായി ചിക്കൻ എന്നുള്ളത് വളരെ റിച്ചായിട്ടുള്ളൊരു കറിയാണ്. നമ്മളിത് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മുടെ നല്ലൊരു പ്രിപ്പറേഷൻ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാവുന്ന ഒരു കറിയാണ് ചിക്കൻ മുഗളായി അല്ലെങ്കിൽ മുഗളായി ചിക്കൻ.
ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റ് അരച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഓൾറെഡി നമ്മുടെ കറി ബട്ടറൊക്കെ ചേർത്ത് റിച്ചായാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്ത് കുറച്ചുകൂടി ഹെവി ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ കറി. ഇനിയും ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് 2-3 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മുടെ ഈ കറി കടന്നു പോകുന്നതെന്ന്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് നോക്കാം. ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നമ്മുടെ ഗ്രേവിയുടെ ഉപ്പൊക്കെ കറക്റ്റാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവി രുചിച്ച് നോക്കി കസൂരി മെത്തിയോ ജീരകം പൗഡറോ അല്ലെങ്കിൽ ഗരം മസാല പൊടിയോ ഏതെങ്കിലും ആവശ്യമാണെങ്കിൽ ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയില അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. ഇത് അല്പം ഫ്രഷ് ക്രീമാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഫ്രഷ് ക്രീമാണിത്. ഇതൊരു മുട്ട അടിച്ചെടുത്തതാണ്. നമുക്ക് ഈ ഫ്രഷ് ക്രീമിലേക്ക് നമ്മുടെ മുട്ടയുടെ പകുതി മതിയാവും. മുട്ട അടിച്ച് ചേർത്തതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പകുതി ചേർത്ത് ബാക്കി പകുതി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഫ്രഷ് ക്രീമിൽ നമ്മുടെ മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ഗ്രേവിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. ഇതാണ് നമ്മുടെ ഗ്രേവിക്ക് ഒറിജിനൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൽകുന്നത്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടിച്ച് വച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമിൽ മുട്ട ചേർത്തത് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർക്കാം. ഫ്ലെയിം ലോയിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ടൈമിൽ ഫ്ലെയിം ലോയിലാക്കിയ ശേഷം നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒത്തിരി നേരം തിളക്കേണ്ട ആവശ്യമില്ല. ഇത് ചേർത്ത ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗ്രേവി ഒത്തിരി റിച്ചാണെന്ന്. ബട്ടറും കാഷ്യൂ പേസ്റ്റും ഫ്രഷ് ക്രീമും എഗ്ഗും ഒക്കെ ചേർന്ന് നമ്മുടെ മുഗളായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.